മാറിയ സാഹചര്യത്തിൽ പ്രവാസികൾ സഭയോടും സഭാ സംവിധാനങ്ങളോടും ചേർന്ന് എന്നും പ്രവർത്തിക്കേണ്ടവരാണെന്ന് ഓർമ്മിപ്പിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ. സീറോ മലബാർ കാത്തലിക് അസോസിയേഷൻ സൗദി ചാപ്റ്ററിന്റെ പ്രഥമ പ്രവാസി സംഗമം സഭാ സംഗമം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു തട്ടിൽ പിതാവ്. സീറോ മലബാർ പ്രവാസികളായ അൽമായർ വളർത്തിയെടുത്ത അറേബ്യയിലെ സീറോ മലബാർ സഭ ഒരു രൂപതാ സംവിധാനങ്ങളിലേക്ക് മാറാൻ തയ്യാറാകേണ്ടതിന്റെ ആവശ്യകത പിതാവ് വിശദീകരിച്ചു. മാറുന്ന സാഹചര്യങ്ങളിൽ പ്രവാസികൾ എന്നും സഭയോടും സഭാ സംവിധാനങ്ങളോടും ചേർന്ന് പ്രവർത്തിക്കണമെന്നും മാർ റാഫേൽ തട്ടിൽ ഓർമ്മിപ്പിച്ചു. സീറോ മലബാർ മൈഗ്രന്റ് കമ്മീഷൻ ചെയർമാൻ മാർ പ്രിൻസ് പാണേങ്ങാടൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു. പ്രവാസികൾ മാത്രമല്ലെന്നും കൂടാതെ പ്രേക്ഷിതർ കൂടിയാണെന്നും പ്രിൻസ് പിതാവ് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. സൗദി സെൻട്രൽ സതേൺ റീജിയനുകളിലെ പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ ജിയോ കടവി സ്വാഗതവും സൗദി അറേബ്യയിലെ എല്ലാ റീജിയനിൽ നിന്നുമുള്ള SMCA ഭാരവാഹികളായ ജോർജി ആന്റണി പ്രസിഡന്റ്, റിയാദ് ജോൺസൺ മാത്യു പ്രസിഡന്റ്, ദമാം മാത്യു തോമസ് നെല്ലുവേലി PRO, തബൂക്ക് സജിമോൻ തോമസ് മുൻകാല പ്രസിഡന്റ്, ജിദ്ദ എന്നിവർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിയാദ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ സഹായ പദ്ധതി അവതരണവും റിയാദിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ 113 പേരുടെ അംഗത്വ വിതരണവും SMCA ദമാമിന്റെ സ്മരണിക പ്രകാശനവും നടത്തപ്പെട്ടു. ഫാദർ ജോൺസൺ കരിയാനിപ്പാടവും ഫാദർ ഫിലിപ്പ് ഐക്കരയും ആശംസകൾ അർപ്പിച്ചു. ഫാദർ ബിറ്റോ കൊച്ചീറ്റത്തോട്ട്, ഫാദർ സിബി മാലോല CMI, ഫാദർ ജോജോ പള്ളിച്ചിറ, ഫാദർ ടോണി CSSR എന്നിവർ സന്നിഹിതരായിരുന്നു. സൗദി അറേബ്യയിൽ മുൻകാലങ്ങളിൽ സേവനമനുഷ്ഠിച്ച വൈദികരെ ആദരിക്കുകയുണ്ടായി. സംഗമത്തിന് കുളിർമയേകാൻ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ജനറൽ കൺവീനർ ജോഷി ജോർജ് വടക്കേൽ നന്ദി പ്രകാശനം നടത്തി.